ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ദിവസം എട്ടാമത്തെ ചാപ്റ്റർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്നുള്ള എട്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ്, തിയറി ഭാഗമാണ്. അടുത്ത തിയറി ഭാഗമാണ് പറയാൻ പോകുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നെറ്റ്വർക്ക് അനാലിസിസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ടെക്നിക്സിൻ്റെ മാനേജീരിയൽ അപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ മാനേജീരിയൽ അപ്ലിക്കേഷൻ ഓഫ് നെറ്റ്വർക്ക് ടെക്നിക്സ് എന്താണെന്ന് നോക്കാം. Network techniques can be applied to different tasks involving use of time, labor and physical resources. അതായത് ഡിഫറെൻറ്റ് ടാസ്കുകൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ടെക്നിക്കാണ് നെറ്റ്വർക്ക് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് സമയബന്ധിതമായിട്ട് ജോലി തീർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ടാസ്കുകളിൽ പ്രധാനമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു കോമൺ ടെക്നിക്കാണ് നെറ്റ്വർക്ക് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി റിലേറ്റഡ് ടു ലാർജ് ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സ് ഓഫ് എ കോംപ്ലക്സ് നാച്ചർ. പ്രധാനമായിട്ടും ഇത് ലാർജ് ഇൻഡസ്ട്രികളോ അല്ലെങ്കിൽ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റുള്ള കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ കോംപ്ലക്സ് നാച്ചുറലുള്ള പ്രൊജക്റ്റുകളാണ് സാധാരണഗതിയിൽ ഈ നെറ്റ്വർക്ക് ടെക്നിക്സുകൾ ഉപയോഗിക്കാറ്. These are commonly used by large commercial projects or industrial projects which are of complex in nature. കോംപ്ലക്സ് നാച്ചുറലുള്ള ലാർജ് ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളാണ് നെറ്റ്വർക്ക് ടെക്നിക്സ് എന്നുള്ള ടെക്നിക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാറ്. നെറ്റ്വർക്ക് ടെക്നിക്സ് ഈസ് സ്പെഷ്യലി യൂസ്ഡ് ഇൻ പ്രൊജക്ട്സ് വിച്ച് ആർ നോട്ട് റുട്ടീൻ ഓർ റിപ്പീറ്റീവ് ആൻഡ് വിച്ച് വിൽ കണ്ടക്റ്റഡ് ഓൺലി വൺസ് ഫോർ എ ഫ്യൂ ടൈംസ്. അത് റുട്ടീൻ നാച്ചുറലുള്ളതോ അല്ലെങ്കിൽ റിപ്പീറ്റീവ് നാച്ചുറലുള്ള പ്രൊജക്റ്റുകളിൽ ഉപയോഗിക്കാറില്ല. സാധാരണഗതിയിൽ വർഷത്തിലൊരിക്കൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓൺലി വൺസ് ഒരിക്കൽ മാത്രം ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫ്യൂ ടൈംസിൽ ചെയ്യുന്നതോ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറ്. അപ്പോൾ നെറ്റ്വർക്ക് ടെക്നിക്സ് എന്നുള്ള കോമൺ ആയിട്ട് ഉപയോഗിക്കാറ് ലാർജ് ഇൻഡസ്ട്രികളിലും അതുപോലെ തന്നെ ലാർജ് കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളിലും കോംപ്ലക്സ് നാച്ചുറൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറ്. സിമ്പിളായിട്ടുള്ള പ്രവർത്തനങ്ങളിലല്ല. റുട്ടീൻ നാച്ചുറലുള്ളതോ റിപ്പീറ്റീവ് നാച്ചുറലുള്ള പ്രവർത്തനങ്ങൾക്ക് അല്ല സാധാരണ ഉപയോഗിക്കാറ്. അത് കൂടുതലായിട്ട് ഉപയോഗിക്കാറ് ഫ്യൂ ടൈംസിൽ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഓൺലി വൺസിൻ്റെ ടൈം വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു തവണ മാത്രം ഉപയോഗിക്കുന്നതായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് നോർമലി നെറ്റ്വർക്ക് ടെക്നിക്സ് എന്നുള്ള ഇത്തരത്തിലുള്ള ഒരു കോമൺ ടെക്നിക്ക് ഉപയോഗിക്കാറ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നെറ്റ്വർക്ക് ടെക്നിക്സ് ആർ യൂസ്ഡ് ഇൻ ലാർജ് പ്രൊജക്ട്സ് ടു പ്ലാൻ ആൻഡ് കൺട്രോൾ ദ കോംപ്ലക്സ് പ്രൊജക്ട്സ് ആൻഡ് ആൾസോ പ്ലാൻ ടു ട്രാക്ക് ലാർജ് പ്രൊജക്ട്സ്. ഇപ്പോൾ ലാർജ് പ്രൊജക്റ്റുകൾക്ക് എങ്ങനെയൊക്കെയാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും അതിൻ്റെ റിസോഴ്സസ് എങ്ങനെ കാര്യക്ഷമമായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതും ടൈമിനെ സമയബന്ധിതമായിട്ട് എങ്ങനെ ഈ ലാർജ് പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യാം, കൺട്രോൾ ചെയ്യാം, എത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു ഇൻഡിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊജക്റ്റുകളാണ് നെറ്റ്വർക്ക് ടെക്നിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ നെറ്റ്വർക്ക് ടെക്നിക് ഉപയോഗിക്കുന്ന ചില മാനേജറിയൽ ആപ്ലിക്കേഷൻസ് എവിടെയെല്ലാമാണെന്ന് നോക്കാം. ഒന്ന് പറയുന്നത് പ്ലാനിങ്ങിൽ നെറ്റ്വർക്ക് ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള മേഖലയിൽ ഉപയോഗിക്കാറുണ്ട്. ഇൻസ്റ്റലേഷൻ ഓഫ് എ കോംപ്ലക്സ് ന്യൂ എക്യുപ്മെൻറ്റ്, ഒരു പുതിയ എക്യുപ്മെൻറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പുതിയ എക്യുപ്മെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്ക് ടെക്നിക്ക് ഉപയോഗിക്കും. മാർക്കറ്റ് പെനട്രേഷൻ പ്രോഗ്രാംസ്, മാർക്കറ്റിനെ പെനട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിനെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നടപ്പിലാക്കുന്ന എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ലാർജ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്, ബ്രിഡ്ജസ്, ഫാക്ടറീസ് ആൻഡ് ഇറിഗേഷൻ പ്രൊജക്ട്സ്, ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം, പാലങ്ങളുടെ നിർമ്മാണം, ഫാക്ടറികളുടെ നിർമ്മാണം, ഇറിഗേഷൻ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ജലസേചന പദ്ധതികൾ, എയറോക്രാഫ്റ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും നെറ്റ്വർക്ക് ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്. കൂടാതെ പ്രിപ്പയറിംഗ് ഇൻവെൻ്ററി പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യാൻ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യാൻ, അസംബ്ലിംഗ് ലൈൻ ഷെഡ്യൂളിംഗ് അസംബ്ലിംഗ് ചെയ്യാൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് ലോഞ്ചിങ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ്, പുതിയ പ്രൊഡക്റ്റുകളുടെ ഡെവലപ്മെൻറ്റിനോ ലോഞ്ചിങ്ങിനോ, ഷിപ്പ് ബിൽഡിങ്, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നോർമലി നെറ്റ്വർക്ക് ടെക്നിക്സ് എന്നുള്ളത് ഉപയോഗിക്കാറ്. അപ്പോൾ നെറ്റ്വർക്ക് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടൈം, ലേബർ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ് ഉപയോഗിച്ചുള്ള ഡിഫറൻറ്റ് ടാസ്കുകളിലാണ് കോമൺലി നെറ്റ്വർക്ക് ടെക്നിക്സ് ഉപയോഗിക്കുക. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ലാർജ് കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റുകളിലാണ് വിച്ച് ആർ ഓഫ് കോംപ്ലക്സ് നാച്ചുറലുള്ള ലാർജ് കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളിലോ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റുകളിലോ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. These are not of routine or repetitive in nature and which will be conducted only once or a few times. ഒരിക്കൽ മാത്രം കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂ ടൈംസിൽ കണ്ടക്ട് ചെയ്യുന്നതായിട്ടുള്ള പ്രൊജക്റ്റുകളിലാണ് ഇത് ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ ലാർജ് പ്രൊജക്ട്സുകളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്രൊജക്റ്റുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടോ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ നെറ്റ്വർക്ക് ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഏരിയകൾ എന്ന് പറയുന്നത് പ്ലാനിങ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇൻസ്റ്റലേഷൻ ഓഫ് എ കോംപ്ലക്സ് ന്യൂ എക്യുപ്മെൻറ്റ്, മാർക്കറ്റ് പെനട്രേഷൻ പ്രോഗ്രാം, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്, ബ്രിഡ്ജസ്, ഫാക്ടറീസ് ആൻഡ് ഇറിഗേഷൻ പ്രൊജക്ട്സ്, പിന്നെ ഷിപ്പ് ബിൽഡിങ്, എയറോക്രാഫ്റ്റ് മാനുഫാക്ചറിങ്, ഇതിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ഇൻവെൻ്ററി പ്ലാനുകളുടെ പ്രിപ്പറേഷൻ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, അസംബ്ലി ലൈൻ ഷെഡ്യൂളിംഗ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ലോഞ്ചിങ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ്, അതിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നെറ്റ്വർക്ക് ടെക്നിക്സ് എന്നാണ് പറയുന്നത്.
Network techniques were developed to facilitate planning, scheduling the project in an integrated manner so that those could be completed within the constraints of desired time, cost and performance. ഡിസൈഡ് ടൈമിനുള്ളിലും ചിലവ് കുറഞ്ഞ രീതിയിലും കാര്യക്ഷമമായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈം, അതുപോലെ തന്നെ റിസോഴ്സസ് എന്നിവയെ എങ്ങനെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാം എന്ന് കാണിച്ചു തരുന്ന ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഫെസിലിറ്റേഷൻ ഓഫ് പ്ലാനിംഗ് ആണ് നെറ്റ്വർക്ക് ടെക്നിക്സ് എന്ന് പറയുന്നത്. സോ നെറ്റ്വർക്ക് ടെക്നിക്സ് were developed to facilitate planning, scheduling the project in an integrated manner so that those could be completed within the constraints of desired time, cost and performance. ഡിസൈഡ് ടൈമിലും കോസ്റ്റിലും പെർഫോമൻസിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റഗ്രേറ്റഡ് മാനറിൽ പ്രൊജക്റ്റിനെ ഷെഡ്യൂൾ ചെയ്യാനും പ്ലാനിങ് ചെയ്യാനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ടെക്നിക്സാണ് നെറ്റ്വർക്ക് ടെക്നിക്സ് എന്ന് പറയുന്നത്. ദർ ആർ ടു മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് ദീസ് ടെക്നിക്സ്. ദീസ് ആർ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആൻഡ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. പ്രധാനമായിട്ടും നെറ്റ്വർക്ക് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിലുള്ള ടെക്നിക്കുകളാണ് ഷെഡ്യൂളിംഗ് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും പിന്നൊന്ന് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്, CPM ആൻഡ് PERT എന്ന് പറയും. ഇതാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ടേംസ് റിലേറ്റഡ് ടു നെറ്റ്വർക്ക് അനാലിസിസ്. ഇപ്പോൾ നെറ്റ്വർക്ക് അനാലിസിസുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് സൊല്യൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് ഈ ടേംസുകൾ എന്നുള്ളതാണ് പറയുന്നത്. നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് ടേംസുകളുണ്ട്. ആ ടേംസുകൾ ഓരോന്നും എന്തെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ്വർക്ക് ഈസ് എ സീരീസ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് വിച്ച് റിസൾട്ട് ഇൻ സം പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ചില പ്രൊഡക്റ്റുകളിലേക്കോ സർവീസുകളിലേക്കോ റിസൾട്ട് ചെയ്യപ്പെടുന്ന റിലേറ്റഡ് ആക്ടിവിറ്റികളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ, പരസ്പര ബന്ധമുള്ള കുറച്ച് ആക്ടിവിറ്റികളുടെ കൂട്ടമാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ ആക്ടിവിറ്റികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണമോ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ ഉൽപ്പാദനമോ ആയിരിക്കാം. ഒരു സർവീസിൻ്റെ ഉൽപ്പാദനമോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള റിലേറ്റഡ് ആക്ടിവിറ്റികളുടെ കൂട്ടത്തിനെയാണ് നെറ്റ്വർക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം ഈ നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞാലോ, നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് എ ഡയഗ്രാം വിച്ച് റെപ്രസെൻറ്റ്സ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ് ഓഫ് എ നെറ്റ്വർക്ക്, ദെയർ സീക്വൻസ് ആൻഡ് റിലേഷൻഷിപ്പ്. ഒരു നെറ്റ്വർക്കിലെ ആക്ടിവിറ്റികളുടെയും ഇവൻറ്റുകളെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയഗ്രാമാണ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അവ തമ്മിലുള്ള ബന്ധവും റിലേഷൻഷിപ്പുമാണ് നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ കാണിക്കുന്നത്. ഒരു നെറ്റ്വർക്കിലുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റികളുടെയും ഇവൻറ്റുകളുടെയും റിലേഷൻഷിപ്പും അതിൻ്റെ സീക്വൻസും കാണിക്കുന്ന ഡയഗ്രത്തിനെയാണ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ് ഓഫ് എ പ്രൊജക്റ്റ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. അടുത്തത് പറയുന്നത് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിവിറ്റീസ് ഓഫ് ദ നെറ്റ്വർക്ക് റെപ്രസെൻറ്റ്സ് ദ പ്രൊജക്റ്റ് ഓപ്പറേഷൻ ഓർ ടാസ്ക് ടു ബി കണ്ടക്റ്റഡ്. അതായത് ഒരു പ്രൊജക്റ്റിൽ ചെയ്തു തീർക്കേണ്ട എന്തെല്ലാം ഓപ്പറേഷൻസ് ഉണ്ടോ, ടാസ്കുകളുണ്ടോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട എന്തെല്ലാം ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ടാസ്കുകളുണ്ടോ അതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ എലമെൻറ്റ് ഓഫ് ജോബ് ഓർ ടാസ്ക് ഓർ ഐറ്റം ഓഫ് വർക്ക് ടു ബി കംപ്ലീറ്റഡ് ഇൻ സ്പെസിഫിക് ടൈം പീരീഡ്. ഒരു നിശ്ചിത ടൈം പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം ഓഫ് വർക്കാകാം, ജോബാകാം, ടാസ്ക് ആകാം. അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ആക്ടിവിറ്റി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ആക്ടിവിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാം? റിസോഴ്സസിൻ്റെ അക്കംപ്ലിഷ്മെൻറ്റിനനുസരിച്ചിട്ട് ആക്ടിവിറ്റികളെ പ്രധാനമായിട്ടും 3 കാറ്റഗറികളാക്കിയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് പ്രീ ഡിസിസർ ആക്ടിവിറ്റി, പിന്നൊന്ന് സക്സസർ ആക്ടിവിറ്റി, പിന്നൊന്ന് ഡമ്മി ആക്ടിവിറ്റി. അപ്പോൾ നെറ്റ്വർക്ക് ഡയഗ്രത്തിലെ ആക്ടിവിറ്റികളെ നമുക്ക് 3 ആക്കി തിരിക്കാം. ഓരോ ആക്ടിവിറ്റികളെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ആരോ കൊണ്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ആക്ടിവിറ്റികളെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരോ ഉപയോഗിച്ചുകൊണ്ടാണ്. ആരോ എന്നുള്ള സിമ്പൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ ആക്ടിവിറ്റികളെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റിക്കും എന്തുണ്ടായിരിക്കും? ഒരു ഹെഡ് ഉണ്ടായിരിക്കും. ആക്ടിവിറ്റിക്ക് ഹെഡ് ഉണ്ടായിരിക്കും, അതിനൊരു എൻഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഹെഡ് ആൻഡ് ടെയിൽ ഇവൻ്റ് എന്നുള്ളത് ഉണ്ടായിരിക്കും. ഹെഡും ഉണ്ടായിരിക്കും, ടെയിലും ഉണ്ടാവും. തുടക്കം ഉണ്ടായിരിക്കും, അവസാനം ഉണ്ടായിരിക്കും എന്നർത്ഥം. അപ്പോൾ ഓരോ ആക്ടിവിറ്റിയും ബിഗിൻ ചെയ്യുന്നതാണ് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്, അവസാനിക്കുന്നത് അതിൻ്റെ എൻഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ആക്ടിവിറ്റികളെ നമുക്ക് 3 ആക്കി തിരിക്കാം. പ്രീ ഡിസിസർ ആക്ടിവിറ്റി, സക്സസർ ആക്ടിവിറ്റി, ഡമ്മി ആക്ടിവിറ്റി എന്നിങ്ങനെ 3 ആക്കി തിരിക്കുന്നുണ്ട്. എന്താണ് പ്രീ ഡിസിസർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നോക്കാം. പ്രീ ഡിസിസർ ആക്ടിവിറ്റി പറഞ്ഞാൽ an activity which must be completed before one or more other activities start is known as predecessor activity. അതായത് മറ്റൊരു ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുന്നേ, കംപ്ലീറ്റ് അല്ല, മറ്റൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റിയാണ് പ്രീ ഡിസിസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്.
ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്നോ അതിലധികമോ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റികളെയാണ് നമ്മൾ പ്രീ ഡിസിസർ എന്ന് പറഞ്ഞാൽ ബിഫോർ എന്നർത്ഥം. ആൻ ആക്ടിവിറ്റി വിച്ച് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബിഫോർ വൺ ഓർ മോർ അതർ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട്. മറ്റ് ആക്ടിവിറ്റികൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റിയാണ് പ്രീ ഡിസിസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് സക്സസർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സക്സസർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ആക്ടിവിറ്റീസ് ദാറ്റ് കനോട്ട് ബി സ്റ്റാർട്ടഡ് അണ്ടിൽ വൺ ഓർ മോർ ഓഫ് ദ അതർ ആക്ടിവിറ്റീസ് കംപ്ലീറ്റഡ്. ആക്ടിവിറ്റികൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് എന്ത് പറയുന്നത്, സക്സസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എ നമ്പർ ദാറ്റ് കംസ് ആഫ്റ്റർ ദ ഗിവൻ നമ്പേഴ്സ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നമ്പറിന് ശേഷം വരുന്ന നമ്പറാണെന്ത്, സക്സസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നമ്പറിന് തൊട്ട് മുന്നേ വരുന്ന നമ്പറാണെന്ത്, പ്രീ ഡിസിസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ ഡിസിസർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10 എന്നുള്ള നമ്പറിൻ്റെ പ്രീ ഡിസിസർ ആക്ടിവിറ്റിയാണ് 9 എന്ന് പറയുന്നത്. 10ൻ്റെ തൊട്ട് മുന്നേ വരുന്ന സംഖ്യയാണ് 9 എന്ന് പറയുന്നത്. അതുപോലെ 10 എന്നുള്ള നമ്പറിൻ്റെ സക്സസർ ആക്ടിവിറ്റിയാണ് 11 എന്ന് പറയുന്നത്. 10 കഴിഞ്ഞാൽ തൊട്ട് പിന്നിലായിട്ട് വരുന്ന സംഖ്യയാണ് 11 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രീ ഡിസിസർ ആക്ടിവിറ്റിയും സക്സസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആക്ടിവിറ്റിക്ക് ശേഷം വരുന്ന ആക്ടിവിറ്റിയെ നമ്മൾ എന്ത് പറയും, സക്സസർ ആക്ടിവിറ്റി. അതിന് തൊട്ട് പിറകിൽ വരുന്നത്, അതായത് ഒരുപാട് ശേഷം വരുന്നതല്ല, 15 എന്ന് പറഞ്ഞാൽ 4 എണ്ണം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ആക്ടിവിറ്റി കഴിഞ്ഞ് തൊട്ട് പിന്നാലെ വരുന്ന ആക്ടിവിറ്റിയാണ് സക്സസർ ആക്ടിവിറ്റി. പ്രീ ഡിസിസർ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിക്ക് തൊട്ട് മുൻപുള്ള ആക്ടിവിറ്റിയാണ് പ്രീ ഡിസിസർ ആക്ടിവിറ്റി. 10ന് തൊട്ട് മുമ്പുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് 9ഉം 10ന് തൊട്ട് പിറകിലുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് 11ഉമാണ്. അതാണ് നമ്മൾ സക്സസറും പ്രീ ഡിസിസറും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊരു ആക്ടിവിറ്റി ഉണ്ട്. ഡമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എനി ആക്ടിവിറ്റി വിച്ച് ഡസ് നോട്ട് കൺസ്യൂം ഐദർ എനി റിസോഴ്സ് ഓർ ടൈം ഈസ് കാൾഡ് ഡമ്മി ആക്ടിവിറ്റി. ഒരു റിസോഴ്സോ ടൈമോ കൺസ്യൂം ചെയ്യാത്ത ആക്ടിവിറ്റികളെയാണ് നമ്മൾ ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഡമ്മി ആക്ടിവിറ്റികൾക്ക് പ്രത്യേകിച്ചൊരു റിസോഴ്സോ ടൈമോ രണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അത് രണ്ടും കൺസ്യൂം ചെയ്തിട്ടുണ്ടാവില്ല. കമ്മ്യൂണിക്കേറ്റ് അല്ല, കൺസ്യൂം ചെയ്യാത്ത ആക്ടിവിറ്റികളാണ്. അതായത് അതിൽ പ്രത്യേകിച്ചൊരു ഹെഡ് ഇവൻറ്റോ സ്റ്റാർട്ട് ഇവൻറ്റോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാരലലായിരിക്കും. പാരലലായിട്ടുള്ള 2 or more പാരലൽ ആക്ടിവിറ്റികൾക്ക് ഒരേ ഹെഡും ഒരേ ടെയിൽ ഇവൻറ്റും ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വരും, ഡമ്മി ആക്ടിവിറ്റി ഉണ്ടാവും. 2 or അതിലധികമോ പാരലൽ ആക്ടിവിറ്റികൾക്ക്, പ്രൊജക്റ്റിലെ 2 or അതിലധികമോ പാരലൽ ആക്ടിവിറ്റികൾക്ക് സെയിം ഹെഡ് ആൻഡ് ടെയിൽ ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡമ്മി ആക്ടിവിറ്റി വരും. അതുപോലെ തന്നെ 2 or more ആക്ടിവിറ്റീസ് ഹാവ് ദ കോമൺ ഇമ്മീഡിയറ്റ് പ്രീ ഡിസിസേഴ്സ് ആക്ടിവിറ്റീസ്. 2 or അതിലധികമോ ആക്ടിവിറ്റികൾക്ക് കോമൺ ആയിട്ടുള്ള പ്രീ ഡിസിസർ ആക്ടിവിറ്റി, ഇമ്മീഡിയറ്റ് പ്രീ ഡിസിസർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അപ്പോഴും എന്ത് വരും, ഡമ്മി ആക്ടിവിറ്റി എന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ ഡമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എനി ആക്ടിവിറ്റി വിച്ച് ഡസ് നോട്ട് കൺസ്യൂം ഐദർ എനി റിസോഴ്സ് ഓർ ടൈം. ഒരു പർട്ടിക്കുലർ റിസോഴ്സോ ടൈമോ കൺസ്യൂം ചെയ്യാത്ത ആക്ടിവിറ്റിയാണ് ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. In this network, it is added only to create the given precedence relationship among the activities of the project. പ്രൊജക്റ്റിലുള്ള മറ്റ് ആക്ടിവിറ്റികളുടെ റിലേഷൻഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ആഡ് ചെയ്യപ്പെടുന്ന ഒരു നെറ്റ്വർക്കാണ് ഈ ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണത് വേണ്ടി വരിക, ഡമ്മി ആക്ടിവിറ്റി വേണ്ടി വരുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ 2 സന്ദർഭത്തിലാണ് ഡമ്മി ആക്ടിവിറ്റി വേണ്ടി വരിക. ഒന്ന്, 2 or more പാരലൽ ആക്ടിവിറ്റീസ് ഇൻ എ പ്രൊജക്റ്റ് ഹാവ് ദ സെയിം ഹെഡ് ആൻഡ് ടെയിൽ ഇവൻറ്റ്. അതായത് ഒരു പ്രൊജക്റ്റിലെ 2 or അതിലധികമോ പാരലൽ ആക്ടിവിറ്റികൾക്ക് ഒരേ ഹെഡും ഒരേ ടെയിൽ ഇവൻറ്റുമായിട്ട് വരുന്ന സമയത്തോ, അതുപോലെ തന്നെ 2 or more ആക്ടിവിറ്റീസ് ഹാവ് ദ കോമൺ ഇമ്മീഡിയറ്റ് പ്രീ ഡിസിസേഴ്സ് ആക്ടിവിറ്റീസ്. 2 or അതിലധികമോ ആക്ടിവിറ്റികൾക്ക് കോമൺ ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് പ്രീ ഡിസിസർ ആക്ടിവിറ്റി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഡമ്മി ആക്ടിവിറ്റി ഉപയോഗിക്കുക. ഇനി അടുത്ത് പറയാനുള്ളത് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. ആൻ ഇവൻറ്റ് റെപ്രസെൻറ്റ്സ് ദ സ്റ്റാർട്ട് ഓർ എൻഡ് ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിനെയോ എൻഡിനെയോ ആണ് നമ്മൾ ഇവൻ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആൻ ഇവൻറ്റ് കനോട്ട് ബി അക്കംപ്ലിഷ്ഡ് അണ്ടിൽ ആൾ ആക്ടിവിറ്റീസ് പ്രിസീഡിങ് ഇറ്റ് ഹാവ് ബീൻ കംപ്ലീറ്റഡ്. ആൻ ഇവൻറ്റ് അല്ലെങ്കിൽ നോഡ് എന്നും അതിനെ പറയാറുണ്ട്. ഇവൻറ്റിനെ നമുക്ക് എന്ത് പറയാം, നോഡ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ആൻ ഇവൻറ്റ് ഓർ നോഡ് ഇൻ എ നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് എ ജംഗ്ഷൻ ഓഫ് 2 or more ആരോസ്. 2 or അതിലധികമോ ആരോകളുടെ ജംഗ്ഷനാണ് ഇവൻറ്റ് അല്ലെങ്കിൽ നോഡ് എന്ന് പറയുന്നത്. 2 or more ആരോസിൻ്റെ ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. റെപ്രസെൻറ്റിങ് ദ ആക്ടിവിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 2 or അതിലധികമോ ആരോസിൻ്റെ ജംഗ്ഷനെയാണ് നമ്മൾ ഇവൻറ്റ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവൻറ്റ് തന്നെ മെർജ് ഇവൻറ്റും ഉണ്ട്, ബേഴ്സ്റ്റ് ഇവൻറ്റും ഉണ്ട്. മെർജ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻ ഇവൻറ്റ് വിച്ച് റെപ്രസെൻറ്റ്സ് ദ ജോയിൻറ്റ് കംപ്ലീഷൻ ഓഫ് മോർ ദാൻ 1 ആക്ടിവിറ്റി. ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റികളുടെ ജോയിൻറ്റ് കംപ്ലീഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇവൻ്റാണ് മെർജ് ഇവൻറ്റ് എന്ന് പറയുന്നത്. ബേഴ്സ്റ്റ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻ ഇവൻറ്റ് വിച്ച് റെപ്രസെൻറ്റ്സ് ദ ഇനീഷ്യേഷൻ ഓർ ബിഗിനിങ് ഓഫ് മോർ ദാൻ 1 ആക്ടിവിറ്റി. ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റികളുടെ ബിഗിനിങ്ങോ അല്ലെങ്കിൽ ഇനീഷ്യേഷനോ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇവൻ്റാണ് ബേഴ്സ്റ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ആക്ടിവിറ്റികൾക്കും 2 ഇവൻറ്റ് ഉണ്ടാവും. ഒരു ഹെഡ് ഇവൻറ്റും ഒരു ടെയിൽ ഇവൻറ്റും ഉണ്ടാവും.
ഹെഡ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് എൻ ആക്ടിവിറ്റി. ഹെഡ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയുടെ അവസാനമാണ് ഹെഡ് ഇവൻ്റ് എന്ന് പറയുന്നത്. ടെയിൽ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ഓഫ് എൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ ബിഗിനിങ്ങിനെ നമ്മൾ ടെയിൽ ഇവൻ്റ് എന്നും പറയും. ഒരു ആക്ടിവിറ്റിയുടെ ബിഗിനിങ് ഇവൻറ്റിനെ നമ്മൾ ടെയിൽ ഇവൻ്റ് എന്നും ആക്ടിവിറ്റിയുടെ എൻഡിനെ നമ്മൾ ഹെഡ് ഇവൻ്റ് എന്നും പറയും. ഇങ്ങനെയാണ് ഇവൻ്റ് എന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കോമൺ വേർഡ്സ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് അനാലിസിസുമായി ബന്ധപ്പെട്ടുള്ള കോമൺ വേർഡ്സ് എന്ന് പറയുന്നത് ഒന്ന് നെറ്റ്വർക്ക്, പിന്നെ ഒന്ന് നെറ്റ്വർക്ക് ഡയഗ്രാം, പിന്നെ ഒന്ന് ആക്ടിവിറ്റി, പിന്നെ പ്രീ ഡിസീസർ ആക്ടിവിറ്റി, പിന്നെ ഒന്ന് സക്സസർ ആക്ടിവിറ്റി, പിന്നെ ഒന്ന് ഡമ്മി ആക്ടിവിറ്റി, പിന്നെ ഒന്ന് ഇവൻ്റ്, പിന്നെ ഒന്ന് മെർജ് ഇവൻ്റ്, പിന്നെ ഒന്ന് ബേഴ്സ്റ്റ് ഇവൻ്റ്, ടെയിൽ ഇവൻ്റ്, ഹെഡ് ഇവൻ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നെറ്റ്വർക്ക് ഡയഗ്രാം, ആക്ടിവിറ്റി, പ്രീ ഡിസീസർ ആക്ടിവിറ്റി, സക്സസർ ആക്ടിവിറ്റി, ഡമ്മി ആക്ടിവിറ്റി, ഇവൻ്റ്, മെർജ് ഇവൻ്റ്, ബേഴ്സ്റ്റ് ഇവൻ്റ്, ടെയിൽ ഇവൻ്റ്, ഹെഡ് ഇവൻ്റ്. അതിൻ്റെ ചിത്രങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫ് കണക്റ്റിംഗ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ് ഓഫ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിലെ വ്യത്യസ്ത ആക്ടിവിറ്റികളെയോ ഇവൻറ്റുകളെയോ കണക്ട് ചെയ്യുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ ചിത്രം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൊജക്റ്റിലെ വ്യത്യസ്ത ആക്ടിവിറ്റികളെയോ ഇവൻറ്റുകളെയോ കണക്ട് ചെയ്യുന്ന ഗ്രാഫിനെ നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയാം. ഈച്ച് ഇവൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സർക്കിൾ ആൻഡ് ഈച്ച് ആക്ടിവിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ എൻ ആരോ. ഓരോ ഇവൻറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് സർക്കിൾ കൊണ്ടും, ഇവൻറ്റിനെ നമ്മൾ സർക്കിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും, ആക്ടിവിറ്റികളെ നമ്മൾ ആരോ കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ദർ ആർ 2 ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഡയഗ്രാം, ഇവൻറ്റ് ഓറിയൻറ്റഡ് നെറ്റ്വർക്ക് ഡയഗ്രാം ആൻഡ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് നെറ്റ്വർക്ക് ഡയഗ്രാം. ഇവൻറ്റ് ഓറിയൻറ്റഡും ഉണ്ട്, ആക്ടിവിറ്റി ഓറിയൻറ്റഡും ഉണ്ട്. അപ്പോൾ ഇവൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സർക്കിൾ കൊണ്ടും, ആക്ടിവിറ്റിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരോ കൊണ്ടുമായിരിക്കും. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്നത് ഒരു ആക്ടിവിറ്റിയുടെ എൻഡിനെയോ സ്റ്റാർട്ടിനെയോ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ആക്ടിവിറ്റിയുടെ ബിഗിനിങ്ങിനെ നമ്മൾ ടെയിൽ ഇവൻ്റ് എന്നും ആക്ടിവിറ്റിയുടെ എൻഡിനെ നമ്മൾ ഹെഡ് ഇവൻ്റ് എന്നും പറയും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ജംഗ്ഷൻ ഓഫ് 2 or more ആരോസ് എന്ന് പറയാം. 2 or അതിലധികമോ ആരോസിൻ്റെ ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ 2 or അതിലധികമോ ആക്ടിവിറ്റികൾ റെപ്രസെൻറ്റ് 2 or അതിലധികമോ ആരോസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റികളുടെ ജംഗ്ഷനെയാണ് നമ്മൾ ഇവൻ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നോഡ് എന്നും അതിനെ പറയാറുണ്ട്. ഇവൻറ്റിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് നോഡ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യുക? അത് ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് അതും കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് ഈച്ച് ആക്ടിവിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഓൺലി 1 ആരോ ഇൻ എ നെറ്റ്വർക്ക് ഡയഗ്രാം. ഓരോ ആക്ടിവിറ്റിയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ആരോ കൊണ്ടാണ്. ദ ആരോ റെപ്രസെൻറ്റ്സ് ആൻ ആക്ടിവിറ്റി വിത്ത് ദ ഹെഡ് ഇൻഡിക്കേറ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് ദ പ്രോഗ്രസ് ഇൻ ദ പ്രൊജക്റ്റ്. പ്രൊജക്റ്റിലെ പ്രോഗ്രസ്സിനെ ഡയറക്ഷൻ ചെയ്യുന്ന ഒരു ഹെഡാണ് എന്ത് പറയുന്നത്? ആക്ടിവിറ്റിയിലെ ആരോ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആക്ടിവിറ്റികളെയും നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരോ കൊണ്ടാണ്. ആക്ടിവിറ്റികളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരോ കൊണ്ടാണ്. ഈ ആരോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? റെപ്രസെൻറ്റ്സ് ആൻ ആക്ടിവിറ്റി വിത്ത് ദ ഹെഡ് ഇൻഡിക്കേറ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് ദ പ്രോഗ്രസ് ഇൻ ദ പ്രൊജക്റ്റ്. പ്രൊജക്റ്റിലെ പ്രോഗ്രസിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നതാണ് ഈ ആക്ടിവിറ്റിയുടെ ആരോ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എ നെറ്റ്വർക്ക് ഷുഡ് ഹാവ് ഓൺലി 1 ഇനീഷ്യൽ ആൻഡ് 1 ടെർമിനൽ നോഡ്. അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്കിന് ഒരു ഇനീഷ്യൽ നോഡും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ടെർമിനൽ നോഡും ഉണ്ടാവും. അതായത് ഒരു ടെയിൽ ഇവൻറ്റും ഉണ്ടാവും, ഒരു ഹെഡ് ഇവൻറ്റും ഉണ്ടാവും എന്നർത്ഥം. ഒരു ഇനീഷ്യൽ നോഡും ഉണ്ടാവും, ഒരു ടെർമിനൽ നോഡും ഒരു നെറ്റ്വർക്കിന് ഉണ്ടാവും. അടുത്തത് പറയുന്നത് നോ 2 ആക്ടിവിറ്റീസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദ സെയിം സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇവൻറ്റ്സ്. അതായത് ഒരേ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇവൻറ്റിൽ നിന്നും രണ്ടിൽ കൂടുതൽ ആക്ടിവിറ്റികൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് എയിൽ നിന്നും ബിയിലേക്കും അതുപോലെ തന്നെ എയിൽ നിന്നും സിയിലേക്കും ഒരേ സമയം തന്നെ പോകാം. പക്ഷേ എന്ത് വരുന്നില്ല? ഒരേ സമയം എയിൽ നിന്നും ബിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് വരില്ല? എയിൽ നിന്നും സിയിലേക്ക് അതേ ഇതിൽ തന്നെ പോകാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ നോ 2 ആക്ടിവിറ്റീസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദ സെയിം സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇവൻറ്റ്. ഒരേ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇവൻറ്റിൽ നിന്നും 2 ആക്ടിവിറ്റികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റികൾക്ക് സെയിം സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇവൻറ്റ് ഇല്ല. ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റികൾക്ക് സെയിം സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇവൻറ്റ് ഇല്ല. ഒരേ സമയം എയിൽ നിന്ന് ബിയിലേക്ക് മാത്രമേ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല? സെയിം സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇവൻറ്റ് ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റികൾക്ക് ഉണ്ടാവില്ല എന്നർത്ഥം. ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റികൾക്ക് സെയിം സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇവൻറ്റ് ഇല്ല. ഇനി ആൾ ആക്ടിവിറ്റീസ് പ്രിസീഡിങ് ആൻ ആക്ടിവിറ്റി ഈസ് ടു ബി കംപ്ലീറ്റഡ് ഇൻ ആൾ റെസ്പെക്ട്സ്. അതായത്
ഒരു ആക്ടിവിറ്റിയെ പ്രിസീഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കടക്കുള്ളൂ. ദാറ്റ് മീൻസ് എ നെറ്റ്വർക്ക് ഷുഡ് ബി ഡെവലപ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ലോജിക്കൽ ഓർ ടെക്നിക്കൽ ഡിപ്പെൻഡൻസീസ് ബിറ്റ്വീൻ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദ പ്രൊജക്റ്റ്. പ്രൊജക്റ്റിലുള്ള വേരിയസ് ആക്ടിവിറ്റികളുടെ ടെക്നിക്കൽ ആൻഡ് ലോജിക്കൽ ഡിപ്പെൻഡൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കുന്നത്. അപ്പോൾ പ്രിസീഡിങ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ പോവുള്ളൂ. ദ ലെങ്ത് ഓഫ് ദ ആരോ ഹാസ് നോ സിഗ്നിഫിക്കൻസ് ഇൻ നെറ്റ്വർക്ക്. ആരോൻ്റെ ലെങ്ത് എന്നുള്ളത് എത്ര വേണമെങ്കിലും ആകാം, വലിപ്പം കൂടുതലാകാം കുറവാകാം. അത് നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കുന്നതിനനുസരിച്ചിട്ട് ലെങ്ത് കൂടുതലാകുന്നതും ഉണ്ടാകാം കുറവാകുന്നതും ഉണ്ടാകാം. ദ ഡയഗ്രാം ഷുഡ് ഫ്ലോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുക. നെക്സ്റ്റ് പറയുന്നത് ആരോസ് ഇൻഡിക്കേറ്റിംഗ് ആക്ടിവിറ്റീസ് ഷുഡ് നോട്ട് ബി ക്രോസ്ഡ്. ഒരിക്കലും ആരോസ് പരസ്പരം ക്രോസ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ആരോസ് പരസ്പരം രണ്ട് ആക്ടിവിറ്റികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമയത്ത് രണ്ട് ഇവൻറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും ആരോകൾ ക്രോസിങ് വരാൻ പാടില്ല. ഇറ്റ് ക്യാൻ ബി ക്രോസ്ഡ് ഇൻ അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റാൻസസ് ഓൺലി. ഒരിക്കലും അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസിൽ മാത്രമേ അതിനെ ക്രോസിങ് ചെയ്യാൻ പാടുള്ളൂ. നോർമലി ക്രോസിങ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരോസ് ഷുഡ് ബി സ്ട്രൈറ്റ്. ആരോസ് എപ്പോഴും എന്തായിരിക്കണം? സ്ട്രൈറ്റ് ലൈന് ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ ആരോ ഷുഡ് ബി ലാർജ് ആസ് പോസിബിൾ. ആരോസ് തമ്മിലുള്ള ആംഗിൾ പരമാവധി ലാർജ് ആകാം, എത്ര വേണമെങ്കിലും ലാർജ് ആകാം, അതിനൊന്നും പ്രോബ്ലം ഉണ്ടാവുന്നില്ല. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എവറി ആക്ടിവിറ്റി ഷുഡ് ഹാവ് എ ടെയിൽ ആൻഡ് ഹെഡ് ഇവൻറ്റ്. എല്ലാ ആക്ടിവിറ്റികൾക്കും ഒരു ടെയിൽ ഇവൻ്റ് ഉണ്ടായിരിക്കും, ഹെഡ് ഇവൻ്റ് ഉണ്ടായിരിക്കും. ദ ഇവൻറ്റ്സ് മാർക്കിംഗ് ദ സ്റ്റാർട്ട് ഓഫ് ആക്ടിവിറ്റീസ് കാൾഡ് ടെയിൽ ഇവൻറ്റ്സ്. ആക്ടിവിറ്റികളുടെ സ്റ്റാർട്ടിംഗ് ഇവൻറ്റിനെ നമ്മൾ ടെയിൽ ഇവൻ്റ് എന്നും വൈൽ ദോസ് ഓഫ് മാർക്കിംഗ് ദ കംപ്ലീഷൻ ഓഫ് ആക്ടിവിറ്റീസ്, കംപ്ലീഷൻ ഓഫ് ആക്ടിവിറ്റികളുടെ ഇവൻറ്റിനെ നമ്മൾ ഹെഡ് ഇവൻ്റ് എന്നും പറയും. പിന്നെ മറ്റൊന്ന് പറയുന്നത് ഡാംഗ്ലിംഗ് ഷുഡ് ബി അവോയ്ഡഡ്. ഡാംഗ്ലിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. ഡാംഗ്ലിങ്ങിനെ അവോയ്ഡ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? ഡാംഗ്ലിംഗ് ഈസ് ദ ഡിസ്കണക്ഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ആക്ടിവിറ്റി ഇൻ എ പ്രൊജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രാമിംഗ്. അതായത് ഒരു പ്രൊജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രാമിങ്ങിൽ ഒരു ആക്ടിവിറ്റി മാത്രം ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുക, മറ്റൊരു ആക്ടിവിറ്റിയുമായിട്ട് ബന്ധമില്ലാതെ ഡിസ്കണക്റ്റഡ് ആയി നിൽക്കുക, അതായത് തൂങ്ങിക്കിടക്കുക എന്നർത്ഥം. ഡാംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചിത്രയിൽ കൊടുത്തിട്ടുണ്ട്, അത് ടെക്സ്റ്റിൽ അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഡാംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുക എന്നർത്ഥം. തൂങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് ആക്ടിവിറ്റികളുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയി കിടക്കുക. ഡിസ്കണക്ഷൻ ആയിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ടാകാൻ പാടില്ല. എല്ലാ ആക്ടിവിറ്റികളും പരസ്പരം കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ മാത്രമേ ഡയഗ്രാം കംപ്ലീറ്റ് ആവുള്ളൂ. ഡിസ്കണക്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഡാംഗ്ലിംഗ് എന്ന് പറയും. ഡാംഗ്ലിങ്ങിനെ നമ്മൾ നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്യുന്നു. ഡാംഗ്ലിംഗ് വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ലൂപ്പിംഗ് ഈസ് ടു ബി അവോയ്ഡഡ്. ലൂപ്പിങ്ങിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂപ്പിംഗ് ഈസ് സർക്കുലർ ഓർ ഷേപ്പ് മെയ്ഡ് ബൈ സംതിങ് ലോങ് ആൻഡ് നാരോ കർവ് ഓർ സർക്കുലർ ഷേപ്പ് ഇൻ സംതിങ് ലോങ്. അതായത് നാരോ കർവായിട്ടോ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലായിട്ടോ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു വൃത്താകൃതിയിലൊക്കെ വരിക, അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിൽ വരിക, അല്ലെങ്കിൽ നാരോ കർവായിട്ട് വരികയോ, അല്ലെങ്കിൽ ലോങ് ആൻഡ് നാരോ കർവിലോ, അല്ലെങ്കിൽ സംതിങ് ലോങ് നീണ്ടു പോകുന്നൊരവസ്ഥ, അതായത് കണക്ഷൻ കിട്ടാത്തൊരവസ്ഥ വരുന്ന സന്ദർഭത്തിന് നമ്മൾ ലൂപ്പിംഗ് എന്ന് പറയുക. സൈക്ലിംഗ് എറർ ഉണ്ടാവുക, അതിനെയാണ് നമ്മൾ ലൂപ്പിംഗ് എന്ന് പറയുക. അതായത് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് സൈക്ലിംഗ് എറർ ഉണ്ടാവുക. അപ്പോൾ ഡ്രോയിങ് ആൻ എൻഡ്ലെസ് ലൂപ്പ്, ഒരിക്കലും ഒരു കണക്ഷൻ കിട്ടാതെ ഇങ്ങനെ നീണ്ടു പോകുന്നൊരവസ്ഥയെ നമ്മൾ ലൂപ്പിംഗ് എന്ന് പറയാം. ഡ്രോയിങ് ആൻ എൻഡ്ലെസ് ലൂപ്പ് ഇൻ എ നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് നോൺ ആസ് എറർ ലൂപ്പിംഗ്. അതായത് അവസാനിക്കാത്ത ഒരു ലൂപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക എന്നല്ലേ. ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതിന് സൊല്യൂഷൻ ചെയ്യാൻ പറ്റില്ല ഈ നെറ്റ്വർക്കിൽ. അപ്പോൾ ലൂപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻഡ്ലെസ് ലൂപ്പ് വന്നു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഡയഗ്രത്തിന് സൊല്യൂഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ എ എന്നുള്ളത് പ്രൊസീഡ് ചെയ്യുന്നത് ബി ആണ്, ബി പ്രൊസീഡ് ചെയ്യുന്നത് സി ആണ്, ദെൻ സി കനോട്ട് പ്രൊസീഡ് എ. പക്ഷേ സിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ചിത്രം കൊടുത്തിട്ടുണ്ടാവും. പ്രൊസീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ആക്ടിവിറ്റി, എയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്. അതുപോലെ തന്നെ എ എന്നുള്ളത് ബി എ പ്രൊസീഡ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. എ എന്നുള്ളത് ബി എ പ്രൊസീഡ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. ബി എന്നുള്ളത് പ്രൊസീഡ് ചെയ്യുന്നത് സി ആണ്. പക്ഷേ സിക്ക് പ്രൊസീഡ് ചെയ്യാൻ ഏതില്ല? ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അത് എന്തായി മാറി? ലൂപ്പ് വന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്കിതിൽ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ വരും. അതുപോലെ തന്നെ ഇവൻറ്റ്സ് മസ്റ്റ് ബി നമ്പേർഡ് സിസ്റ്റമാറ്റിക്കലി. ഓരോ ഇവൻറ്റുകളും കൃത്യമായിട്ട് നമ്പറിങ് ചെയ്യുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഡയഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ജസ്റ്റ് ഒന്നുകൂടി ഓടിച്ച് പറയാം. ഓരോ ആക്ടിവിറ്റികൾക്കും ഒരു ആരോ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരോ കൊണ്ടാണ്. ആരോ എന്നുള്ളത് ഒരു പ്രൊജക്റ്റിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന ഒന്നാണ്, പ്രോഗ്രസ് ഓഫ് ദ പ്രൊജക്റ്റിനെ കാണിക്കുന്ന ഒന്നാണ് ആരോ എന്ന് പറയുന്നത്. ആരോ എന്നുള്ളത് ആക്ടിവിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഒരു ഇനീഷ്യൽ നോഡും ഒരു ടെർമിനൽ നോഡും ഒരു നെറ്റ്വർക്കിന് ഉണ്ടാവും. തുടക്കത്തിലൊരു നോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റ്, അതുപോലെ തന്നെ എൻഡ് നോഡും ഉണ്ടായിരിക്കും. പിന്നെ നോ ടു ആക്ടിവിറ്റീസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദ സെയിം സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇവൻറ്റ്. ഒരേ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇവൻറ്റിൽ നിന്നും ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റികൾ എന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല.
ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റികൾ ഒരേ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇവൻറ്റിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. രണ്ടിൽ കൂടുതൽ നോ ടു ആക്ടിവിറ്റീസ് ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റികൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദ സെയിം സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇവൻറ്റ്. അപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് പോകുന്ന സമയത്ത് ഒരേ സമയം എയിൽ നിന്നും ബിയിലേക്ക് മാത്രമേ പോകുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റികൾ അതിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നുണ്ട്, അറ്റ് എ ടൈമിൽ ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു സൊല്യൂഷൻ കിട്ടാത്തൊരവസ്ഥയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അങ്ങനെ വരും. അപ്പോഴാണ് നമ്മൾ ഡമ്മി ആക്ടിവിറ്റികളോ അല്ലെങ്കിൽ രണ്ടോ പാരലൽ ആക്ടിവിറ്റികളോ ഒരേ സമയം ഒരേ ഹെഡിൽ നിന്നും അല്ലെങ്കിൽ ഒരേ ടെയിൽ ഇവൻറ്റിൽ നിന്നും വരുമ്പോഴാണ് നമ്മൾ ഡമ്മി ആക്ടിവിറ്റികളോ അല്ലെങ്കിൽ പാരലൽ ആക്ടിവിറ്റികളോ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആൾ ആക്ടിവിറ്റീസ് പ്രിസീഡിങ് ആൻ ആക്ടിവിറ്റി ടു ബി കംപ്ലീറ്റഡ് ഇൻ ആൾ റെസ്പെക്ട്. ഒരു ആക്ടിവിറ്റിയെ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രിസീഡിങ് ആക്ടിവിറ്റികൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാൻ പാടും. ലെങ്ത് ഓഫ് ദ ആരോ ഹാസ് നോ സിഗ്നിഫിക്കൻസ് ഇൻ നെറ്റ്വർക്ക്. ആരോൻ്റെ ലെങ്ത്തിന് നെറ്റ്വർക്കിൽ സിഗ്നിഫിക്കൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, എത്ര വേണമെങ്കിലും വലിപ്പമാകാം. ഡയഗ്രാം ഷുഡ് ഫ്ലോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് ഡയഗ്രാം ഫ്ലോ ചെയ്യേണ്ടത്. പിന്നെ ക്രോസ് ചെയ്യാൻ പാടില്ല, ആരോസ് ക്രോസ് ചെയ്യാൻ പാടില്ല, ആരോസ് സ്ട്രൈറ്റ് ആയിരിക്കണം. പിന്നെ ആംഗിൾ ആസ് ലാർജ് ആസ് പോസിബിൾ, ആംഗിൾ എത്രമാത്രം ലാർജ് ആയാലും കുഴപ്പമില്ല. എവറി ആക്ടിവിറ്റി ഷുഡ് ഹാവ് എ ടെയിൽ ആൻഡ് ഹെഡ് ഇവൻറ്റ്. ഏതൊരു ആക്ടിവിറ്റിക്കും ഒരു ടെയിലും ഹെഡ് ഇവൻറ്റും ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡാംഗ്ലിങ്ങിനെ അവോയ്ഡ് ചെയ്യണം, ലൂപ്പിങ്ങിനെ അവോയ്ഡ് ചെയ്യണം. ഇവൻറ്റ്സിനെ നമ്മൾ നമ്പറിങ് ചെയ്യുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് പഠിക്കണം. ഈ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എ നെറ്റ്വർക്ക് ഡയഗ്രാം, ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമുള്ള ഗൈഡ് ലൈൻസും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ്, കുറച്ച് വലിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണാം. ഓക്കെ, താങ്ക് യു.